കാർപ്പറ്റിൽ നിങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകളും വന്നു. മാത്രം വന്നില്ല. അയ്യോ നമ്മളെ റെഡ് കാർപ്പറ്റിൽ എന്താടാ വിളിക്കാൻ? കാർപ്പറ്റെങ്കിലും മര്യാദക്ക് നടന്നോട്ടെന്ന് വിചാരിച്ചായിരിക്കും. കാരണം ഞങ്ങളുള്ള സ്ഥലം ഞങ്ങൾ നശിപ്പിച്ചായിരുന്നു. അതുകൊണ്ട് ജീവ ഇപ്പൊ വരും, അല്ലെങ്കിൽ അപർണ ഇപ്പൊ രണ്ടുപേരും കൂടി ഒരുമിച്ച് വരും. അല്ലെങ്കിൽ നമ്മൾ ഈ പാറുവിനെ അന്ന് കണ്ടാനെ. നന്നായി വിഷയം. അല്ല അതുകൊണ്ട് ഇപ്പൊ നന്നായിട്ട് കാണാൻ പറ്റിയല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ നമ്മൾ കാണുമ്പോ അന്നിപ്പോ പാറുവിനെ പാർവതിയായിരിക്കുമല്ലോ. അന്നിപ്പോ പാറുവിനെ കാണുമ്പോ ഓക്കെ നമ്മൾ അന്ന് പരിചയപ്പെടുന്നു. ഹായ് ദിസ് ഇസ് പാർവതി കാർപ്പറ്റ് ചെയ്യുന്നു. പക്ഷെ ഇന്ന് വരുമ്പോഴോ പാർവതി ബാബു വൈറൽ. ഇൻട്രൊഡക്ഷൻ ഒരു ആവശ്യമില്ല അല്ലേ? ഞാൻ ഇൻട്രോ വന്നപ്പോ നിങ്ങൾ എന്നെയും ഇൻട്രോ. അതാണ് നമ്മൾ അങ്ങനെ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിൽ നമ്മൾ പോകുള്ളൂ. അതുകൊണ്ട് അവിടെ ഇങ്ങോട്ട് രണ്ട് പൊക്കൽ വരുമ്പോ അങ്ങനെ അവള് ഓട്ടയുള്ളിടത്ത് ചെറിയ ചെറിയ പൂക്കൾ വെച്ചുള്ള അടച്ചു പോകും. അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോവാൻ പ്ലാൻ. ഇതിപ്പോ ഞങ്ങൾ ഇവിടെ വന്നിട്ട് പ്ലാൻ ചെയ്തതാണ്. ഇതിന്റെ ഞങ്ങൾ ഇന്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് ഞങ്ങൾ അങ്ങനെ വേറെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല അല്ലേ? സത്യമായിട്ടും ഞാൻ ഇപ്പോഴാണ് ഇവരെ കാണുന്നത്. പക്ഷെ സത്യം അങ്ങോട്ട് കൺവിൻസിങ് ആകുന്നില്ല. കുറച്ചുകൂടെ നിഷ്കളങ്കത വിട്ട് പറഞ്ഞു. അല്ല ഞാൻ സത്യമായിട്ട് ഡൗട്ട് ഇല്ല നമ്മള് ഇല്ല അത് അത്രേ ഉള്ളൂ. ഭയങ്കര അഭിനയമാണല്ലോ ഹൈ. ഇവിടെ അവിടെ മാത്രല്ല കേട്ടോ, ഇവിടെ 2000 കൊടുത്ത 4000 അഭിനയിക്കുന്നുണ്ട്. ഞങ്ങള് പെണ്ണുങ്ങൾ അങ്ങനെയാ. അല്ല നിങ്ങൾ വേറെ എവിടെ അല്ല നിങ്ങള് വേറെ എവിടെ കണ്ടിട്ടുണ്ട് ഒരു ഗേള് വേറൊരു ഗേളിനെ ഇരുന്ന് പ്രൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് കം ഫ്രം ദ ഹാർട്ട്. അതെല്ലാരും അങ്ങനെ ചെയ്യത്തില്ല, പ്രത്യേകിച്ച് ഗേൾസ് ചെയ്യത്തില്ല. ശരിക്കും കം ഫ്രം ദ ഹാർട്ട് കാണണമെങ്കിൽ ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് ഒരു ക്യാമറ എന്റെ വണ്ടിയിലും ഒരു ക്യാമറ നിങ്ങളുടെ വണ്ടിയിലും വെക്കുമ്പോ ശരിക്കും വാട്ട്സ് കം ഫ്രം ദ ഹാർട്ട് നമുക്ക് അറിയാൻ പറ്റും. അല്ല അങ്ങനെ ഒരു ചീത്തപ്പേരുണ്ട്, അത് മാറ്റിയെടുക്കണം. അല്ല നിങ്ങൾക്കല്ല, ടോട്ടലായിട്ട് പറഞ്ഞു വെച്ചോട്ടെ. ഞാൻ എന്തായാലും ഒന്നും പറയില്ല, എനിക്കറിയാലോ ഇപ്പൊ ക്യാമറ വെക്കുന്ന കാര്യം. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് അവളുടെ സാരിയൊക്കെ ഇട്ട് അവള് രാവിലെ ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ എന്റെ അവസ്ഥ. ഞാനുള്ളതുകൊണ്ട് വീട്ടിൽ അനക്കുമ്പോഴുണ്ട്. 8 ഷൂ പോളിഷ് ചെയ്യുമ്പോഴായിരുന്നു റോക്കി ബായ്ക്ക് ഒരു ബണ്ണ് കിട്ടുന്നത്, അറിയാവോ? എന്റെ അമ്മ എന്റെ അമ്മ ഇങ്ങോട്ട് ഇറങ്ങുമ്പോ പറഞ്ഞായിരുന്നു ഏതു നേരം ചിരിക്കെന്ന് പറഞ്ഞ ഇങ്ങനെ നിങ്ങളെ അറിയാറ് ഇന്റർവ്യൂസ്. അപ്പൊ ഇങ്ങനെ ചിരിച്ചോണ്ടേ ഇരിക്കരുത് കക്കാന്നും പറഞ്ഞു. ഇപ്പൊ ഇവിടെ വന്നിട്ട് ചിരി നിർത്താൻ പറ്റുന്നില്ല. ഇനി ചെന്നിട്ട് ഞാൻ അമ്മയുടെ ബ്രേക്ക് കൊടുക്കും ജീവ, ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കും. പാറു കുറെ ക്വസ്റ്റ്യൻസ് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻട്രോ ആയി പോയി ഗൈസ്, ക്ഷമിക്കണം, സോറി. ആരാ ഫാമിലി കുറച്ചുകൂടെ ഇപ്പൊ ചേച്ചിയുടെ ഫാമിലിയില് ചേട്ടനാണോ ചേട്ടന്റെ ഫാമിലിയിൽ ചേച്ചിയാണോ കൂടുതൽ അറ്റാച്ച്ഡ്? എങ്ങനെ നമ്മുടെ ഫാമിലി എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറയാം, ചേട്ടന്റെ ഫാമിലിയില് ചേച്ചിയാണോ കൂടുതൽ അറ്റാച്ച്ഡ്, ചേച്ചിയുടെ ഫാമിലിയില് ചേട്ടനാണോ കൂടുതൽ അറ്റാച്ച്ഡ്? അതെങ്ങനെയാ? ഈക്വൽ ആണെന്ന് തോന്നുന്നു അല്ലേ? ചിരിക്കണേ. ഇല്ല അങ്ങോട്ടും ഇല്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ല ആക്ച്വലി ഞങ്ങള് രണ്ടുപേരും നമ്മള് സെപ്പറേറ്റഡ് ആയിട്ടാണ് താമസിക്കുന്നത്. നമ്മള് ഒറ്റയ്ക്ക് ഒരു ഫ്ലാറ്റിലാണ്. ഞങ്ങളല്ല ഫാമിലി ഞങ്ങള് നമ്മുടെ ഫാമിലിയിലല്ല താമസിക്കുന്നത്. എന്റെ മമ്മിയും ഡാഡി വേറെ താമസിക്കുന്നത്, ജീവയുടെ പേരൻസും പേരന്റ് ഹസൻ മോം ആൻഡ് ബ്രദർ വേറെ താമസിക്കുന്നത്. അപ്പം ഞങ്ങൾ അങ്ങനെ എപ്പോഴും വീട്ടിലൊന്നും പോവാറില്ല. ഞാൻ എന്റെ വീട്ടിലും പോകല് ഭയങ്കര കുറവാണ്, ജീവയുടെ വീട്ടിലും പോകുന്നത് ഭയങ്കര കുറവാണ്. പിന്നെ വർക്ക് ഒക്കെ ഉള്ളതുകൊണ്ട് പോവാനും പറ്റാറില്ല. It's all through phone relation അങ്ങനെയൊക്കെയാണ് മെയിൻലി. ഞാൻ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ വീട്ടിൽ എന്നാലും വല്ലപ്പോഴും ഒക്കെ പോവാറുള്ളൂ. അതും ഒരു കോഫി കുടിക്കാനൊക്കെ പോയിട്ട് തിരിച്ചു വരും അല്ലേ? അത്രയല്ലേ ഉണ്ടാവാറുള്ളൂ. അത്രേ ഉള്ളൂ. തിരക്കിന്റെ ഇടയ്ക്ക് ഒന്ന് ഓടിപ്പോയി ഒന്ന് കണ്ട് ചിലപ്പോൾ ഇച്ചിരി നേരം ഭക്ഷണം കഴിച്ചിട്ട് വരും, അല്ലെങ്കിൽ ചായ കുടിച്ചിട്ട് വരും. ചായ ഇട്ട് വെച്ചോ അത് എത്തി. പിന്നെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ അനിയനുണ്ട് അവിടെ, അനിയൻ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, അവൻ നോക്കിക്കോളൂ എല്ലാരും. ഇത്രയും ജോളി ആയിട്ടുള്ള ജീവചേട്ടനെ കരഞ്ഞ് ഞാൻ ആകെ കണ്ടത് ശരിക്കും പയ്യല്ലേ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴായിരുന്നു. ഭയങ്കര ഇമോഷണൽ ആയി പോയല്ലേ ആ സമയത്ത്. ഞാൻ ഓർക്കുന്നു. അതിൽ കൂടുതൽ ഏറ്റവും ഇമോഷണൽ ആയത് ആള് അക്ബർ എന്ന് പറഞ്ഞു വന്നിട്ടാണ് ഞാനവിടെ കിടന്ന് കരഞ്ഞ് മെഴുകി അവനെ സമാധാനിപ്പിക്കാൻ പോയാ എന്നെ സമാധാനിപ്പിക്കാൻ. ആ സോങ് അങ്ങനത്തെ ഒരു സോങ് ആയിരുന്നു, പൂമുത്തോളം എന്ന് പറഞ്ഞ രഞ്ജിൻ ചേട്ടൻ പാടിയ സോങ്. അപ്പൊ അക്ബറിന്റെ ഉമ്മയുടെ കാര്യം അക്ബർ ഓർത്തു. അപ്പൊ അവനിങ്ങനെ പെട്ടെന്ന് ഇമോഷണലായി. അപ്പൊ അത് കണ്ടോണ്ട് ഞാനിങ്ങനെ അവനെ വിളിച്ചതാ. പിന്നെ അവരെല്ലാവരും എന്നെ സമാധാനിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു.
ചേച്ചി ഉണ്ടായിരുന്നു അപ്പോ? ഇല്ല ഇല്ല ഇല്ല, ആ സമയത്ത് ഖത്തറിലായിരുന്നു. ഞാൻ ഖത്തറിലായിരുന്നു. ഈ തിരക്കിന്റെ ഇടയിലൊക്കെ നിങ്ങൾ എങ്ങനെയാ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ നോക്കുന്നത്? ലൈക്ക് ജീവചാനി മിക്കപ്പോഴും ഷൂട്ട്സ് ഉണ്ടാവും. ഇപ്പൊ വ്ളോഗ്സിലൊക്കെ നമ്മൾ കാണുന്നതല്ലല്ലോ ശരിക്കുള്ള റിയൽ ലൈഫിലേക്ക് വരുമ്പോഴുള്ള കാര്യങ്ങൾ. ഇപ്പൊ എല്ലാരും പറയും സോഷ്യൽ മീഡിയ, ഓ അവര് ഭയങ്കര ഹാപ്പിയോ ഭയങ്കര ചിൽ കപ്പിൾസ്. പക്ഷെ എല്ലാവരുടെയും ബാക്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്കും ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ വ്ളോഗ്സ് കാണുന്ന പോലെ ആയിരിക്കില്ല, നിങ്ങൾ എപ്പോഴും ട്രിപ്പും അതൊന്നും ആയിരിക്കില്ല. അപ്പൊ ഈ തിരക്കിന്റെ ഇടയിലൊക്കെ എങ്ങനെയാ ടൈം മാനേജ് ചെയ്യാനായിട്ടൊക്കെ നോക്കുന്നത്? എങ്ങനെയാ ചെയ്യുക? ഞാൻ ഷൂട്ടില്ലാത്ത ദിവസം ഫ്ലാറ്റിലുണ്ടെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാവും. ഷിറ്റുവിന്റെ ഷൂട്ട് അവിടെ നടക്കുന്നത് ഞാൻ പിന്നെയും മൂവിക്കൊക്കെ പോവാൻ ഭയങ്കര ഇഷ്ടമാണ്. ജീവയ്ക്ക് എനിക്ക് ഇപ്പൊ എന്താ, എനിക്ക് ഇപ്പോഴാണ് റീസെന്റ് എന്തോ അങ്ങനെ ഒരു സിൻഡ്രോം പിടിപെട്ടിട്ടുണ്ട്. എനിക്കിപ്പോ തിയേറ്ററിൽ പോയി പടം കാണാൻ പറയോ? എനിക്ക് പലർക്കും ഉണ്ട് OTT സിൻഡ്രോം. സത്യം എനിക്കിപ്പോ വീട്ടില് ആ കംഫർട്ടിൽ ഇരുന്നിട്ട് OTT മൂവീസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ അതുകൊണ്ട് എന്നെ ഏത് പടത്തിന് വിളിച്ചാലും എനിക്ക് പോകാൻ മടിയാ. പക്ഷെ എനിക്ക് സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ, എനിക്ക് അതിന് ഇഷ്ടക്കേടില്ല, എനിക്ക് ഇഷ്ടമുണ്ട്. പക്ഷെ ആ എഫേർട്ട് ഫ്രം ദ ബിഗിനിങ്, കുളിക്കണം, മേക്കപ്പ് ഇടണം, ഡ്രസ് ഇടണം, അവിടെ പോണം, അയ്യോ. അപ്പൊ ഞാൻ അതേപോലെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ PVR മൊത്തത്തിൽ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് എടുത്താലോ എന്നിങ്ങനെ. അതാണ് പ്രശ്നമല്ലോ. എനിക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതാണ് ഇഷ്ടം. പോയി വ്ളോഗില് പറഞ്ഞല്ലോ നെറ്റ്ഫ്ലിക്സ് വെക്കും, ഈ സോഫയിൽ ചേച്ചി, ഇവിടെ ജീവച്ചേട്ടൻ കിടക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഇപ്പൊ എനിക്ക് ആ ഒരു കംഫർട്ട് സോണിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എനിക്കിപ്പോ ലുലുവിൽ പോകാൻ ഇഷ്ടവുമല്ല. അപ്പ എന്ന പാട്ടിന്റെ റിയാലിറ്റി ഷോയിലൂടെയാണ് ജീവ ജോസഫിനെ നമ്മൾ കൂടുതലായും അറിഞ്ഞത്. ജീവയും അപർണയും അറിയാത്ത മലയാളികൾ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രത്തോളം ഇഷ്ടമാണ് ഇവരോട്. ഈ ദമ്പതികളെ ഇപ്പോൾ മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. ജീവയും അമൃതയും സൂര്യ മ്യൂസിക് എന്ന പരിപാടിയിലൂടെയാണ് നമുക്ക് മുന്നിലേക്ക് എത്തിയത്. ചെറുപ്രായത്തിൽ തന്നെ വിവാഹിതരായവരാണ് ഇരുവരും. എന്നാൽ പിന്നീട് തങ്ങളുടേതായ മേഖലയിൽ ഇവർക്ക് സ്വന്തം പേര് സിഗ്നേച്ചർ പതിപ്പിക്കാൻ അവർക്ക് സാധിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഒരു സമയത്ത് ഇവരുടെ ഇന്റർവ്യൂസ് എല്ലാം ട്രെൻഡിങ്ങിൽ വന്നിരുന്നു. ഇവരുടെ കുടുംബവിശേഷങ്ങളും ഫ്ലാറ്റും ജീവിത രീതിയും, പ്രത്യേകിച്ചും ജീവയുടെ സംസാരം കേൾക്കാൻ തന്നെ ഒരുപിടി ആരാധകർ എപ്പോഴും ഉണ്ടായിരുന്നു. എല്ലാവർക്കും എന്തോ വലിയ ഇഷ്ടമാണ് ജീവയോട്. അതേ ഇഷ്ടം തന്നെ അപർണയോടും ഉണ്ട് എന്നതാണ് സത്യം. തങ്ങളുടെ വിശേഷങ്ങൾ പറഞ്ഞ് ഇരുവരും എത്തുമ്പോൾ എപ്പോഴും കാണികൾക്ക് സമയം പോകുന്നത് പോലും അറിയാറില്ല. ഇവരുടെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ തന്നെ നമ്മൾ എത്ര നേരം വേണോ കണ്ടിരിക്കും എന്നതുപോലെ തന്നെയാണ്.